കൊച്ചേട്ടന്റെ കത്ത്. അമൽകുമാർ, നോൺ ടീച്ചിങ് കം വീഡിയോഗ്രഫി. പ്രിയ DCL കൂട്ടുകാരെ, ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് കോട്ടയം മുണ്ടത്താനം ലിറ്റിൽ ഫ്ലവർ വിദ്യാനികേതനത്തിൽ എത്തിയത്. DCL ജൂൺ മാസത്തിൽ നടത്തിയ പ്രവേശനോത്സവ ഗാന വീഡിയോ ചലഞ്ചിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ആ സ്കൂളിന് അവാർഡ് നൽകാനും അനുമോദനം അറിയിക്കുവാനുമാണ് DCL നാഷണൽ കോർഡിനേറ്റർ വർഗീസ് കൊച്ചുകുന്നിൽ സാറിനൊപ്പം ഞാൻ ആ സ്കൂളിൽ എത്തിയത്. കൃത്യസമയത്ത് തന്നെ അനുമോദന സമ്മേളനം ആരംഭിച്ചു. സമ്മേളനം തുടങ്ങുമ്പോൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻസി മാത്യു MLF രണ്ടുപേരെ കൈപിടിച്ച് മുൻനിരയിൽ ഇരുത്തുന്നത് കണ്ടു. വളരെ ആദരവോടെ കൂടെ ഇരുത്തിയത് വൃദ്ധരായ മാതാപിതാക്കളെയായിരുന്നു. ഞാൻ ചോദിച്ചു, ഇവർ ആരാണ്? ഞങ്ങളുടെ ഒരു സ്റ്റാഫിന്റെ മാതാപിതാക്കളാണ്. സിസ്റ്ററിന്റെ മറുപടി കേട്ടപ്പോൾ, എന്തിനാണ് സ്കൂളിലെ സ്റ്റാഫിന്റെ മാതാപിതാക്കളെ സംസ്ഥാനത്ത് 1ാമതായി വിജയിച്ചതിന്റെ സമ്മാനദാന സമ്മേളനത്തിന്റെ മുൻനിരയിൽ ഇരുത്തുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല. അപ്പോൾ സിസ്റ്റർ ആൻസി മാത്യു പറഞ്ഞു, കൊച്ചേട്ടന് ഒരു സസ്പെൻസ് ഇരിക്കട്ടെ, ഇവരെ വിളിച്ചത് എന്തിനാണെന്ന് പിന്നെ പറയാം. അനുമോദനത്തോടൊപ്പം സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം കൂടി ഉണ്ടായിരുന്നു. സമ്മേളനത്തിനിടയിൽ 1ാം സമ്മാനത്തിനുള്ള ട്രോഫി ഞങ്ങൾ നൽകിക്കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞു, ഒരു ട്രോഫി കൂടിയുണ്ട്, അത് ഞങ്ങളുടെ അമൽകുമാറിനാണ്. കാര്യം മനസ്സിലാക്കാതെ നിൽക്കുമ്പോൾ അനൗൺസ്മെന്റ് കേട്ടു. നമുക്ക് സംസ്ഥാനത്ത് 1ാം സ്ഥാനം കിട്ടിയ വീഡിയോ മനോഹരമായി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തത് നമ്മുടെ സ്കൂളിലെ നോൺ ടീച്ചിങ് സ്റ്റാഫായ ശ്രീ അമൽകുമാറാണ്. അത്ര മനോഹരമായ വീഡിയോ ആയതുകൊണ്ടാണ് നമുക്ക് 1ാം സമ്മാനം കിട്ടിയത്. അതിന് മുഖ്യ കാരണക്കാരനായ അമൽകുമാറിനെ ഒപ്പം അദ്ദേഹത്തിന്റെ പ്രിയ മാതാപിതാക്കളെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. സുന്ദരമായ നിമിഷങ്ങളാണ് തുടർന്ന് വിടുന്നത്. അപ്പോൾ പരിപാടിയുടെ ഫോട്ടോഗ്രാഫറായി വന്ന അമൽകുമാർ മാതാപിതാക്കളോടൊപ്പം വന്ന് പ്രത്യേക ട്രോഫി സ്വീകരിച്ചു. 3 പേരുടെയും കണ്ണുകളിൽ അവാച്യമായ ആത്മഹർഷത്തിന്റെ തിരയിളക്കം ഞാൻ കണ്ടു, ഒപ്പം പ്രിൻസിപ്പലിന്റെ മിഴികളിലും. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതം നമ്മൾ ഒറ്റയ്ക്ക് വിജയിക്കുന്ന ഒരു ഗെയിമല്ല. ഒരുപാട് പേരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് നാം എല്ലാറ്റിലും വിജയിക്കുന്നത്. ഏറ്റവും പ്രധാനമായി സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹമാണ് എല്ലാ നന്മകളുടെയും അടിസ്ഥാനം. നമ്മുടെ ചുറ്റുമുള്ള ദൈവ മനസ്സുള്ളവരിലൂടെ ആ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് വർഷിക്കപ്പെടുകയും നിറവേറുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഒരു പരീക്ഷാ വിജയത്തിൽ ഒത്തിരി പങ്കാളികളുണ്ട്. കലോത്സവ വിജയത്തിലും കായിക വിജയത്തിലുമെല്ലാം മാതാപിതാക്കളും ഗുരുജനങ്ങളും സഹോദരങ്ങളും സതീർത്ഥ്യരും ഉൾപ്പെടെ നിരവധി പേർ പങ്കാളികളാണ്. എന്നാൽ വിജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും സ്വന്തം പോക്കറ്റിൽ ഇടാനാണ് പലർക്കും ഇഷ്ടം. എന്റെ വിജയം എന്റെ മാത്രം കഠിനാധ്വാനം കൊണ്ട് ഞാൻ നേടിയതാണ് എന്ന് പറയാനും സഹായിച്ച ആരെയും വിജയലഹരിയിൽ പങ്കുചേർക്കാതിരിക്കാനും പലരും ശ്രമിക്കാറുണ്ട്. അത് നീതിയാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് മുണ്ടത്താനം ലിറ്റിൽ ഫ്ലവറിലെ നോൺ ടീച്ചിങ് സ്റ്റാഫായ ശ്രീ അമൽകുമാർ. സ്കൂളിലെ ജോലിക്ക് അപേക്ഷിച്ച അമൽകുമാറിന്റെ ബയോഡേറ്റ കണ്ടപ്പോൾ തന്നെ സിസ്റ്റർ ആൻസി അദ്ദേഹത്തിന്റെ ഉന്നത വിദ്യാഭ്യാസവും വിവിധ കഴിവുകളും മനസ്സിലാക്കിയിരുന്നു. പിന്നീട് ആ കഴിവുകൾ സ്കൂളിന്റെ വിവിധ കാര്യങ്ങളിൽ സിസ്റ്റർ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. നല്ല വീഡിയോഗ്രാഫറും വീഡിയോ എഡിറ്ററുമായ അമൽകുമാർ അങ്ങനെയാണ് സമ്മാനാർഹമായ വീഡിയോ എഡിറ്റ് ചെയ്തത്. നമ്മുടെ സ്കൂളിലുള്ളവരുടെ സഹായം കൊണ്ടാണ് നമ്മൾ വിജയിച്ചത് എന്ന് അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ നല്ല മനുഷ്യരാകുന്നത്. നമുക്ക് നല്ല മനുഷ്യരാകാം, നന്മയുടെ വിതരണക്കാരാകാം. സ്നേഹാശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.